ഇന്നത്തെ ഏറ്റവും പുതിയ എമ്പുരാന്റെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഒരുക്കും സ്വാഗതം. ലാലേട്ടന് നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന നാളെ മാർച്ച് 27-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന എമ്പുരാന്റെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് പ്രീസെൽ കളക്ഷൻ അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു സമയത്ത് തള്ളിന്റെ ഉസ്താദ് നോക്കി പറഞ്ഞ് പലരും വിമർശിച്ച അതേ മലയാളത്തിൽ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസ് ആശീർവാദ് സിനിമാസ് ഇപ്പോഴത്തെ ട്രാക്കേഴ്സ് കളക്ഷൻ ഫോളോ ചെയ്യുന്ന, അതോടൊപ്പം തന്നെ അതിനൊത്ത കളക്ഷൻ ഒഫീഷ്യലായിട്ട് പുറത്തുവിടുന്ന പ്രൊഡക്ഷൻ ഹൗസായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് കഴിഞ്ഞ അരമണിക്കൂറുകൾക്കിടയിൽ, അതായത് 9:30 ശേഷം എമ്പുരാന്റെ ഒഫീഷ്യൽ കളക്ഷനും ട്രാക്കേഴ്സ് കളക്ഷനും ഒരുപോലെ പുറത്തു വന്നിരിക്കുകയാണ്. 1 കോടിയുടെ വ്യത്യാസം സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷനിലും ട്രാക്കേഴ്സ് കളക്ഷനിലും സംഭവിച്ചിരിക്കുകയാണ്. ഒഫീഷ്യലായിട്ട് ആന്റണി പെരുമ്പാവൂർ ഒരു വീഡിയോ പുറത്തുവിട്ടപ്പോൾ അതിൽ 80 കോടി സിനിമയുടെ പ്രീസെൽ കളക്ഷൻ കടന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടെങ്കിൽ, ട്രാക്കേഴ്സ് കണക്കുകൾ പ്രകാരം 81 കോടി സിനിമ ആദ്യ വീക്കെൻഡ് കളക്ഷനായിട്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ 100 കോടിക്ക് ഇനി വെറും 20 കോടിയുടെ വ്യത്യാസം എന്തായാലും ഫൈനൽ പ്രീസെയിലും ഇന്ന് അർദ്ധരാത്രിയോട് തന്നെ അപ്ഡേറ്റ് ആക്കപ്പെടും. 80-85 കോടി റേഞ്ചിൽ ഫൈനൽ പ്രൈസിൽ വരുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. വാക്കുകൾക്ക് അതീതമായ ചരിത്ര ബ്രഹ്മാണ്ഡ ബോക്സ് ഓഫീസ് തുടക്കമാണ് പ്രീസെയിൽ കളക്ഷന്റെ കാര്യത്തിൽ. അഡ്വാൻസ് ടിക്കറ്റ് വിൽപ്പനയുടെ കാര്യത്തിൽ ലാലേട്ടന്റെ എമ്പുരാൻ നേടിയെടുത്തിരിക്കുന്നത്. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ മറ്റൊരു വമ്പൻ റിപ്പോർട്ടിലേക്ക് കൂടി വരികയാണെങ്കിൽ, ബുക്ക് മൈ ഷോയിൽ സിനിമ വീണ്ടും വൻ തരംഗമായിട്ട് മാറുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ഇന്നലെയെല്ലാം തന്നെ ഇതേ സമയം രാത്രിയെല്ലാം തന്നെ 10,000-ലധികം ടിക്കറ്റുകൾ മണിക്കൂറിൽ വിറ്റഴിച്ചെങ്കിൽ, ഇന്നിപ്പോഴത്തെ മണിക്കൂറിൽ 20,000-ൽ പരം ടിക്കറ്റുകളാണ് സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ പോലും ഇനിയും വരാത്ത ഈ സമയത്ത് വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ സിനിമയ്ക്ക് വീണ്ടും പോസിറ്റീവ് ലഭ്യമായാൽ നേരത്തെ ആദ്യ ദിവസം സിനിമയുടെ ബുക്കിംഗ് ആരംഭിച്ച അതേ ലെവൽ ട്രെൻഡ് 50,000-ലധികം ടിക്കറ്റുകൾ മണിക്കൂറിൽ വിറ്റഴിച്ചാൽ അത്ഭുതപ്പെടാനായിട്ടില്ല.